ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ സ്റ്റാലിൻ ദാസ് തിരുവനന്തപുരം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. 16-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവമേ, ഞാൻ അങ്ങയെ ശരണമാക്കിയിരിക്കിയാൽ എന്നെ കാത്തുകൊള്ളണമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ ബഹുമാന്യരായ ശ്രോതാക്കൾക്കും വീണ്ടും വേഗം വരുന്ന കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവം നമുക്ക് ദാനമായി ഒരു ദിവസം കൂടെ, ഒരു പുതിയ പ്രഭാതം കൂടെ നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഇന്നത്തെ പകലിലും ഏറെ കൃപയോടുകൂടെ സന്തോഷത്തോടുകൂടെ ദൈവിക പരിപാലനത്തിൻ്റെ ആ വലിയ സംരക്ഷണത്തിൻ്റെ കീഴിൽ ആയിരിക്കുവാൻ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. വായിച്ച് കേൾപ്പിച്ചതായ വേദഭാഗം ഏറെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ദാവീദ് തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നുകൊണ്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയ വേദഭാഗം നമുക്ക് ധൈര്യത്തിനും ആശ്വാസത്തിനുമായിട്ട് ദൈവാത്മാവിനാൽ എഴുതി നൽകിയിരിക്കുകയാണല്ലോ. ആ സങ്കീർത്തനത്തിൻ്റെ പ്രഥമ ഭാഗം നാം ശ്രദ്ധിക്കുമ്പോൾ ആ പ്രാരംഭ വാക്യത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങൾ, രണ്ട് പ്രധാനപ്പെട്ട ആലോചനകൾ ദൈവാത്മാവ് നമുക്ക് നൽകുകയാണ്. അതിലൊന്ന്, ദാവീദ് താൻ തന്നെ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, ഞാൻ അങ്ങയെ ശരണമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ട്, ആകയാൽ എന്നെ കാത്തുകൊള്ളണം എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ദാവീദ് ഓർക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളും വളരെ പരസ്പര ബന്ധമുള്ളതായ രണ്ട് കാര്യങ്ങളാണ്. അത് ദൈവത്തോടുള്ള ബന്ധത്തിലും ദൈവത്തിൽ നിന്ന് എനിക്ക് അനുഭവിപ്പാൻ കഴിയുന്നതിനോടുള്ള ബന്ധത്തിലുമാണ് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിരിക്കുന്നത്. ആ പ്രാരംഭ ഭാഗത്ത് ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവോന്മുഖമായി ദാവീദ് പറയുന്നത് ഞാൻ അങ്ങയെ ശരണമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ദാവീദിന് രാജാവായി അവരോധിക്കപ്പെട്ടതായ ആ സമയം മുതൽ തൻ്റെ രാജഭരണ കാലഘട്ടത്തിലും രാജാവായി തുടരുമ്പോൾ തന്നെ താൻ നേരിടേണ്ടി വന്ന പ്രതിസന്ധിയുടെ നാളുകളിലും തൻ്റെ കയ്യിൽ നിന്ന് ഭരണം വഴുതിപ്പോയതായ സന്ദർഭങ്ങളിലുമൊക്കെ ദാവീദിൻ്റെ ജീവിതത്തിൽ ഏറെ കൈമുതലായിരുന്നു എന്ന് പറയുവാൻ കഴിയുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് ദൈവം തൻ്റെ ശരണം എന്നുള്ളതായിരുന്നു. അഥവാ ദൈവം തൻ്റെ ആശ്രയം, ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവം തൻ്റെ സങ്കേതമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവം തൻ്റെ സങ്കേതമായിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തെ താൻ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു എന്നുള്ള ഒരു നല്ല ബോധ്യം ആ ഒരു കാര്യത്തിൽ ദാവീദിനുണ്ടായിരുന്നു. ഒരു നല്ല ധൈര്യം ദാവീദിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് താൻ ദൈവത്തെ സങ്കേതമാക്കിയിരിക്കുന്നു, താൻ ദൈവത്തെ ആശ്രയമാക്കിയിരിക്കുന്നു. ആകയാൽ അത് ദാവീദിന് ദൈവത്തോടുള്ള ബന്ധത്തിൽ തൻ്റെ ധൈര്യമാണ്. ആ ധൈര്യം തനിക്കുള്ളത് കൊണ്ട് ദാവീദ് പറയുകയാണ്, ആകയാൽ എന്നെ കാത്തുകൊള്ളണമേ എന്നുള്ളതാണ്. അപ്പോൾ ദൈവം തന്നെ കാത്തുകൊള്ളണം എങ്കിൽ ദാവീദ് മനസ്സിലാക്കിയ ഒരു വസ്തുത എന്ന് പറയുന്നത് ദൈവത്തെ എൻ്റെ ശരണമായി, എൻ്റെ സങ്കേതമായി ഞാൻ കണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ദൈവത്തോട് ദൈവമേ നീ എന്നെ കാത്തുകൊള്ളണമേ എന്ന് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന വസ്തുത ദാവീദിന് ബോധ്യമായ ഒരു കാര്യമായിട്ടാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കേവലം ദാവീദ് പറയുന്നത് പോലെ ഞാൻ അങ്ങയെ ശരണമാക്കിയിരിക്കുന്നു എന്നുള്ളത് പറയാതെ ദൈവമേ അങ്ങനെ കാത്തുകൊള്ളണമേ എന്നല്ലല്ലോ ദാവീദ് ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. എന്നാൽ ദൈവം തന്നെ കാത്തുകൊള്ളണം എന്നുള്ള ദാവീദിൻ്റെ ആഗ്രഹമാണ്. താൻ അത് അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവം എന്നെ കാത്തുകൊള്ളണമെങ്കിൽ ദാവീദ് വളരെ ധൈര്യത്തോട് പറയുകയാണ്, ഞാൻ ഈ ദൈവത്തെ ശരണമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ നമ്മൾ ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ, ഈ വചനഭാഗത്തിലൂടെ ദൈവാത്മാവ് നമ്മുടെ ശ്രദ്ധയെ കടത്തിവിടുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പറയുവാനായിട്ട് കഴിയേണ്ടതായ ഒരു വലിയ വസ്തുത എന്ന് പറയുന്നത് ദൈവമേ, ഞാൻ അങ്ങയെ ശരണമാക്കിയിരിക്കുന്നു, ഞാൻ ദൈവത്തെ ശരണമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ എന്ന് ദാവീദ് പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ വീണ്ടും ആ സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യത്തിലേക്കൊന്ന് കടന്നു വരുമ്പോൾ അവിടെയും നാം വായിക്കുന്ന ഇങ്ങനെയാണ്: ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല എന്നാണ്.
അപ്പോൾ ഈ രണ്ട് വാക്യങ്ങളും നമ്മളൊന്ന് ശ്രദ്ധിച്ച് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ചെയ്യേണ്ടതായ കാര്യങ്ങളൊന്നും ചെയ്യാതെ ദൈവം എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരണം, ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ദൈവം ചെയ്യേണ്ടതെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹിക്കാതെ ദാവീദ് പറയുന്നത് നമ്മൾ വായിച്ചല്ലോ, ഞാൻ ദൈവത്തെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. 8-ാം വാക്യത്തിൽ നാം കണ്ടത്, ഞാൻ ഈ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ദൈവത്തോടുള്ള ബന്ധത്തിൽ ദാവീദിന് ചെയ്യുവാൻ കഴിയുന്ന, അല്ലെങ്കിൽ ദാവീദിന് സാധിച്ചതായ രണ്ട് കാര്യങ്ങളാണ്. എന്നാൽ അങ്ങനെ രണ്ട് കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ സാധിച്ചു എന്നുള്ളത് കൊണ്ട് ദാവീദിന് ദൈവത്തോടുള്ളതായ ധൈര്യമെന്ന് പറയുന്നത്, ഒന്ന്, ദൈവമേ അവിടെ തന്നെ കാത്തുകൊള്ളണമേ എന്നുള്ളതാണ്. അതുമാത്രമല്ല, അവിടെ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല, ഞാൻ അധൈര്യപ്പെട്ടു പോകയില്ല, ഞാൻ ഭാരപ്പെട്ടു പോകയില്ല എന്ന് ദാവീദ് പറയുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. ഈ സങ്കീർത്തനത്തിൻ്റെ വായനയും ധ്യാനവും പഠനവും ഈ സങ്കീർത്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കേണ്ടതായ ഒരു വലിയ പാഠം, ഒരു വലിയ വസ്തുത എന്ന് പറയുന്നത്, ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവമേ ഞാൻ അങ്ങയെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു, അഥവാ ഞാൻ അങ്ങയെ എൻ്റെ ശരണമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് എന്നെ കാത്തുകൊള്ളണമേ. അപ്പോൾ ദൈവത്തെ ഞാൻ ശരണമാക്കിയിരിക്കുന്നു എന്ന വസ്തുത പറയുവാൻ അങ്ങനെ തന്നെ ആ കാര്യത്തിൽ ബോധ്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ എന്നെ കാത്തുകൊള്ളണമേ എന്ന് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പലപ്പോഴും മാനുഷികമായ നിലയിൽ നമ്മൾ പലപ്പോഴും നമ്മുടെയൊക്കെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും എന്ന് പറയുന്നത് എന്നെ കാത്തുകൊള്ളണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്നോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്യേണ്ടതായ എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടി ചെയ്യണം. പക്ഷേ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന, നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വാസ്തവത്തിൽ നമുക്ക് നൽകുവാൻ, നമുക്കത് ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ദൈവത്തോടുള്ള ബന്ധത്തിൽ വാസ്തവമായിട്ടും ദാവീദ് പറയുന്നത് പോലെ, ദൈവമേ ഞാൻ അങ്ങയെ ശരണമാക്കിയിരിക്കുന്നു, ഞാൻ അങ്ങയെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു എന്ന് പറയുവാൻ കഴിയുന്നതാണ് ദൈവത്തിന് നമുക്ക് വേണ്ടി ചെയ്യുവാനായിട്ട്, ദൈവത്തിന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട്, ഇടപെടുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ, ദൈവമേ അങ്ങനെ കാത്തുകൊള്ളണം, കാരണം ഞാൻ അങ്ങയെയാണ് ശരണമാക്കിയിരിക്കുന്നത്. ഇന്ന് ഈ പകലിൽ ഈ ചിന്തകൾ നമ്മുടെ ആത്മീക ജീവിതത്തിന് അനുഗ്രഹമാകട്ടെ, നന്മയാകട്ടെ. യഹോവ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നും ദാവീദ് പറയുമ്പോൾ അത് ദാവീദിൻ്റെ വ്യക്തി ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ തൻ്റെ ധൈര്യമാണ്. അതുകൊണ്ട് ദൈവം ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യണമെന്ന് ധൈര്യത്തോടുകൂടെ പറയുവാനായിട്ട് ദാവീദിന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ ഈ ചിന്തകൾ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത് മുഖാന്തരമുള്ള ഈ ആലോചനകളാലുള്ള എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഇന്ന് പകലിൽ കർത്താവ് നൽകുമാറാകട്ടെ. ഈ സങ്കീർത്തന വായനയും ധ്യാനവും നമുക്കെല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചും കൊണ്ട് ഈ വാക്കുകളിൽ നിന്ന് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്വർഗസ്ഥ പിതാവേ, ഈ രാവിലെ സമയത്തിനായിട്ട് സ്തോത്രം. ഒരു പുതിയ ദിവസം നൽകിയതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് പകലിൽ ആവശ്യമായ എല്ലാ കൃപകളും നൽകണമേ. കർത്താവെ, അങ്ങയെ ശരണമാക്കിയിരിക്കുന്നു എന്നുള്ളതായ ആ വലിയ ചിന്തയും വലിയ ധൈര്യവും ഒരു വലിയ ബോധ്യവും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. ആകയാൽ ദാവീദ് പറയുന്നത് പോലെ, കർത്താവെ, ഞങ്ങളെയും അങ്ങ് കാത്തുകൊള്ളണമേ. വീഴ്ചകളിൽ നിന്ന്, താഴ്ചകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളേവരെയും കാക്കണമേ, കരുതണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.